നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങളെ കുറിച്ച് നമുക്ക് പലതും അറിയാം എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ? ഭൂമിയിലെ സമുദ്രങ്ങളുടെ ഏകദേശം 95% ഇന്നും മനുഷ്യൻ പൂർണ്ണമായും പര്യവേക്ഷണം ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകങ്ങൾ അവിടെ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നു. ഇരുട്ട് മാത്രം നിറഞ്ഞ ആ ആഴങ്ങളിൽ 30 അടി നീളമുള്ള ഒക്ടോപ്പസുകൾ, നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന ഷാർക്കുകൾ, ഒരു ബ്ലൂ വെയിലിനേക്കാൾ നീളമുള്ള ജീവികൾ പോലും സഞ്ചരിക്കുന്നുണ്ട്. ഇവ സിനിമകളിലെ സൃഷ്ടികളല്ല, ഇവ മിത്തുകളല്ല, ക്യാമറയിൽ പതിഞ്ഞ യഥാർത്ഥ സമുദ്ര ഭീമന്മാരാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന 8 ഭീമാകാര ജീവികളെയാണ്. അവയിൽ ചിലതിന്റെ വലിപ്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തും, ചിലത് നിങ്ങളെ ഭയപ്പെടുത്തും, മറ്റു ചിലത് ശരിക്കും ഭൂമിയിൽ ജീവിക്കുന്നവയാണോ എന്ന് പോലും നിങ്ങൾ സംശയിക്കും. അപ്പോൾ സമുദ്രത്തിന്റെ ആ ഇരുണ്ട ലോകത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ക്യാമറയിൽ പതിഞ്ഞ ആ 8 ഭീമാകാര സമുദ്ര ജീവികളെ കാണാം. വെൽക്കം ബാക്ക് ടു ദ ഡയറി ഓഫ് രാജു. ആദ്യത്തേത് ജയന്റ് പസഫിക് ഒക്ടോപ്പസ്. പസഫിക് സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ ജീവിക്കുന്ന ഒരേ സമയം വിചിത്രവും ഭീമാകാരവുമായ ഒരു ജീവിയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ സൈഫലോപോഡുകളിൽ ഒന്നായ ഈ ജീവി സാധാരണയായി 20 അടി വരെ നീളത്തിലും 150 പൗണ്ട് വരെ ഭാരത്തിലുമാണ് വളരുന്നത്. എന്നാൽ ചിലത് അതിലും അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ ജയന്റ് പസഫിക് ഒക്ടോപ്പസിന്റെ നീളം ഏകദേശം 30 അടിയാണ്. ഭാരം ഏകദേശം 600 പൗണ്ട്. ഒരു ചെറിയ കാറിന്റെ വലുപ്പം, പക്ഷെ 8 ശക്തമായ കൈകളോടുകൂടി. ഓരോ കൈയിലും 100 കണക്കിന് സക്ഷൻ കപ്പുകൾ. അവയുടെ പിടുത്തത്തിന്റെ ശക്തി ഒരു മുതിർന്ന മനുഷ്യനെ പോലും വെള്ളത്തിനടിയിലേക്ക് വലിച്ചു വെക്കാൻ പര്യാപ്തമാണ്. 6000 അടി വരെ ആഴമുള്ള തണുത്ത ഇരുണ്ട സമുദ്രജലങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ഞണ്ടുകൾ, ചെമ്മീൻ, മത്സ്യങ്ങൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. പക്ഷെ ഇവയുടെ ഏറ്റവും അത്ഭുതകരമായ കഴിവ് മറ്റൊന്നാണ്: ക്യാമഫ്ലേജ്. ചുറ്റുപാടുമായി പൂർണ്ണമായും ലയിച്ചു പോകാൻ ഇവയ്ക്ക് നിമിഷം നേരം മതിയാകും. നിറവും ചർമ്മത്തിന്റെ ഘടനയും വരെ മാറ്റാൻ ഇവയ്ക്ക് കഴിയും. എന്നാൽ വലിപ്പം മാത്രമല്ല ഇവയെ പ്രത്യേകമാക്കുന്നത്, ഇവയുടെ ബുദ്ധിശക്തി കൂടെയാണ്. പസിലുകൾ പരിഹരിക്കാനും ജാറുകളുടെ മൂടി തുറക്കാനും ചെറിയ വിടവുകളിലൂടെ ശരീരം ചുരുട്ടി രക്ഷപ്പെടാനും ഇവയ്ക്ക് കഴിയും. ഒരു വീഡിയോയിൽ ഭക്ഷണം ലഭിക്കാനായി ഒരു ജാറിന്റെ മൂടി കൃത്യമായി തിരിച്ചു തുറക്കുന്ന ഒക്ടോപ്പസിനെ കാണാം. അതിലൂടെ വ്യക്തമാകുന്നത് ഒന്ന് മാത്രം: ഇത് വെറും ഒരു ഭീമൻ മാത്രമല്ല, സമുദ്രത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളും കൂടിയാണ്. അടുത്തത് സൈഫോണോഫോർ. ആദ്യ കാഴ്ചയിൽ ഒരു ജെല്ലി ഫിഷ് പോലെയോ വെള്ളത്തിലൊഴുകുന്ന ഒരു റിബൺ പോലെയോ തോന്നാം. പക്ഷെ യാഥാർത്ഥ്യം അതിനേക്കാൾ വിചിത്രമാണ്. കാരണം സൈഫോണോഫോർ ഒരു ജീവിയല്ല, നിരവധി ചെറിയ ജീവികളുടെ കോളനിയാണ്. ഓരോന്നും ഓരോ ജോലികൾ ചെയ്യുന്നു, പക്ഷെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവിയെ പോലെ. 2020 ഏപ്രിലിൽ ഓസ്ട്രേലിയയുടെ തീരത്തുള്ള ആഴക്കടലിൽ നടത്തിയ പര്യവേക്ഷണത്തിനിടെ ശാസ്ത്രജ്ഞർ അസാധാരണമായ ഒരു കണ്ടെത്തൽ നടത്തി. ഇരുട്ടിൽ മങ്ങിയ പ്രകാശം പരത്തിക്കൊണ്ട് സർക്കിൾ ആകൃതിയിൽ ഒഴുകുന്ന ഒരു സൈഫോണോഫോർ. അതിന്റെ നീളം ഏകദേശം 390 അടി, അതായത് ഒരു ബ്ലൂ വെയിലിനേക്കാൾ നീളം. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും നീളമുള്ള ജീവി. ഇത് വളരെ നേർത്തതും ദുർബലവുമായ രൂപത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു വേട്ടക്കാരനാണ്. അതിന്റെ ശരീരത്തിലുടനീളം പടർന്നു കിടക്കുന്ന വിഷകോശങ്ങൾ ചെറു മത്സ്യങ്ങളെയും മറ്റ് ജീവികളെയും തളർത്തി അതിനെ പിടികൂടും. പൂർണ്ണമായും ഇരുണ്ട സമുദ്ര ലോകത്തിൽ ഇത് നിശബ്ദമായി ഒഴുകുന്നു. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ജീവിയെ പോലെ. ഇതിന്റെ ഓരോ ഭാഗവും ഓരോ ക്ലോണുകളാണ്. ചില ഭാഗങ്ങൾ ഭക്ഷണം കണ്ടെത്തുന്നു, ചിലത് പ്രജനനം നടത്തുന്നു, മറ്റു ചിലത് സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നു. എന്നാൽ എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ശരീരമായിട്ടാണ്. പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഒന്ന്. അടുത്തത് കൊളോസൽ കോറൽ. ഇത് വേഗത്തിൽ സഞ്ചരിക്കുന്നില്ല, ഇത് നീന്തുന്നുമില്ല. എന്നിട്ടും ഈ സമുദ്രജീവിയെ ബഹിരാകാശത്തിൽ നിന്ന് പോലും കാണാൻ കഴിയും. സോളമൻ ദ്വീപുകൾക്ക് സമീപമുള്ള സമുദ്ര പ്രദേശത്ത് ഗവേഷകരും ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്ന സംഘവും ചേർന്ന് നടത്തിയ ദൗത്യത്തിനിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഒന്നിനെ കണ്ടെത്തിയത്. 2 ബാസ്കറ്റ്ബോൾ കോർട്ടുകളുടെ വലിപ്പമുള്ള ഒരു ഭീമൻ കോറൽ കോളനി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത് പല കോറലുകളുടെ കൂട്ടമല്ല, ഇത് ഒരേ ഒരു ജീവിയാണ്. ദശലക്ഷക്കണക്കിന് പോളിപ്പുകൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു മഹത്തായ ജീവൻ. പവോണോ ക്ലാവസ് എന്നറിയപ്പെടുന്ന ഈ കോറൽ നൂറ്റാണ്ടുകളായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു.
മുമ്പ് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ കോറൽ അമേരിക്കൻ സമോവയിലായിരുന്നു, 22 മീറ്റർ വീതിയുള്ളത്. എന്നാൽ പുതിയ കണ്ടെത്തൽ അതിനേക്കാൾ വളരെ വലുതാണ്. ഈ കോറൽ ആദ്യമായി കണ്ട ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നെപ്പോളിയൻ ജീവിച്ചിരുന്ന കാലത്തും ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പ്രായവും വലിപ്പവും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് വരെ മനുഷ്യർ ഭൂമിയിലെ സമുദ്രത്തിന്റെ വെറും 5% മാത്രമാണ് വിശദമായി പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലും വലിയ ഭീമന്മാർ ഇപ്പോഴും സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. ആഴക്കടലിലെ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ സമുദ്രത്തിലെ ഏറ്റവും ഭീകരമായ പോരാട്ടങ്ങളിൽ ഒന്നാണ് സ്പേം വെയിലും ജയന്റ് സ്ക്വിഡും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇരുവരും ഭീമന്മാരാണ്, ഇരുവരും ശക്തരായ വേട്ടക്കാരാണ്, ഇരുവരും സൂര്യപ്രകാശം പോലും എത്താത്ത ഇരുണ്ട ലോകത്തിന്റെ അധിപന്മാരാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പല്ലുകളുള്ള വേട്ടക്കാരൻ സ്പേം വെയിലാണ്. 50 അടിയിലധികം നീളവും 40 ടണ്ണിലധികം ഭാരവുമുള്ള ഇവ ഇരയെ തേടി ആയിരക്കണക്കിന് അടി ആഴത്തിലേക്ക് മുങ്ങും. അവരുടെ പ്രധാന ലക്ഷ്യം സമുദ്രത്തിലെ ഏറ്റവും ദുരൂഹമായ ജീവികളിലൊന്നായ ജയന്റ് സ്ക്വിഡാണ്. ഒരു അപൂർവ വീഡിയോയിൽ ആഴക്കടലിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു കൂട്ടം സ്പേം വെയിലുകളെ കാണാം. അവയിൽ ഒന്നിന്റെ വായിൽ സ്ക്വിഡിന്റെ ശരീരാവശിഷ്ടങ്ങൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ക്യാമറ കൂടുതൽ അടുത്തെത്തിയപ്പോൾ മറ്റൊരു ഭയപ്പെടുത്തുന്ന കാഴ്ച വ്യക്തമായി. ഒരു വലിയ സ്ക്വിഡ് ടെന്റക്കിൾ ഇപ്പോഴും തിമിംഗലത്തിന്റെ പാടിയെ ചുറ്റിപ്പിടിച്ച നിലയിൽ. പോരാട്ടം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് അവസാനിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ച. ജയന്റ് സ്ക്വിഡുകളെ ജീവനോടെ കാണുന്നത് തന്നെ അത്യപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യുദ്ധത്തിന് തെളിവുകൾ ലഭിക്കുന്നത് ശാസ്ത്രലോകത്തിന് അതീവ വിലപ്പെട്ടതാണ്. ആയിരക്കണക്കിന് അടി താഴെയുള്ള ഇരുട്ടിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾ അതിക്രൂരമാണ്. എന്നാൽ മിക്കപ്പോഴും വിജയിയായി ഉയരുന്നത് സ്പേം വെയിലാണ്, സമുദ്രത്തിലെ 2 ടൈറ്റന്മാർ. എന്നാൽ ഓരോ പോരാട്ടവും ജീവന് വേണ്ടിയുള്ള അവസാന ശ്രമം തന്നെയാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഗോലിയത്ത് ഗ്രൂപ്പ്. ഗോലിയത്ത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്: ഇത് സാധാരണ മത്സ്യമല്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചൂടുള്ള ജലപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ഭീമൻ ലോകത്തിലെ ഏറ്റവും വലിയ റീഫ് മത്സ്യങ്ങളിൽ ഒന്നാണ്. ഗോലിയത്ത് ഗ്രൂപ്പറുകൾക്ക് 8 അടി വരെ നീളവും 800 പൗണ്ടിലധികം ഭാരവും ഉണ്ടാകാം. ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളിന്റെ വലിപ്പമുള്ള മത്സ്യം. 20-ാം നൂറ്റാണ്ടിന്റെ ഭൂരിഭാഗം കാലത്തും മത്സ്യത്തൊഴിലാളികൾ ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. വലിപ്പവും മാംസത്തിന്റെ അളവും കാരണം ഇവയ്ക്ക് വലിയ ആവശ്യകതയുണ്ടായിരുന്നു. പക്ഷെ അതിന് വലിയ വില നൽകേണ്ടി വന്നു. 1990കളോടെ ഇവയുടെ എണ്ണം അപകടകരമായി കുറഞ്ഞു. അവസാനം അമേരിക്കയിൽ ഇവയെ പിടിക്കുന്നത് നിയമപരമായി നിരോധിക്കേണ്ടി വന്നു. അവയെ സംരക്ഷിക്കാനുള്ള അവസാന ശ്രമം. ഫ്ലോറിഡ തീരത്ത് പിടിക്കപ്പെട്ട ഏറ്റവും വലിയ ഗോലിയത്ത് ഗ്രൂപ്പറുകളിൽ ഒന്ന് ഏകദേശം 700 പൗണ്ടോളം ഭാരമുള്ളതായിരുന്നു. അതുപോലും ഇവയുടെ പരമാവധി വലിപ്പത്തേക്കാൾ കുറവാണ്. ഇന്ന് ഇവയെ കാണുന്നത് അപൂർവ അനുഭവമാണ്. മുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കടുത്തും പവിഴപ്പുറ്റുകൾക്കിടയിലും ഇവ ഒളിഞ്ഞിരിക്കും. പക്ഷെ ഒരിക്കലും അത് ചലിച്ചാൽ അവഗണിക്കാൻ കഴിയില്ല. വലിയ വായ, കട്ടിയുള്ള ശരീരം, ഒരു മത്സ്യത്തെക്കാൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ടാങ്കറിനെ പോലെ. ഗോലിയത്ത് ഗ്രൂപ്പർ ഇന്നും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന ഒരു പുരാതന ഭീമനാണ്. അടുത്തത് ഗ്രീൻലാൻഡ് ഷാർക്ക്. ഇത് സമുദ്രത്തിലെ ഏറ്റവും വേഗതയേറിയ വേട്ടക്കാരനല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഷാർക്കുകളിൽ ഒന്നാണ്. പക്ഷെ അതുകൊണ്ട് ഇതിന്റെ ഭീകരത ഒട്ടും കുറയുന്നില്ല. മങ്ങിയ കണ്ണുകൾ, പരുക്കൻ ചർമ്മം, പുരാതന കാലത്തെ ജീവിയെ ഓർമ്മിപ്പിക്കുന്ന രൂപം. ഗ്രീൻലാൻഡ് ഷാർക്കിനെ കാണുമ്പോൾ സമയം തന്നെ നിശ്ചലമായതുപോലെ തോന്നും. 21 അടി വരെ നീളവും 2000 പൗണ്ടിലധികം ഭാരവും ഇവയ്ക്കുണ്ടാകാം. എന്നാൽ ഇവയെ പ്രത്യേകമാക്കുന്നത് വലിപ്പമല്ല, പ്രായമാണ്. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന കശേരുകി ജീവി എന്ന ബഹുമതി ഇവയ്ക്കാണ്. ചില ഗ്രീൻലാൻഡ് ഷാർക്കുകൾക്ക് 250 മുതൽ 500 വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കും. അതായത് ഇന്ന് ആർട്ടിക് സമുദ്രത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ചില ഷാർക്കുകൾ അമേരിക്ക ഒരു രാജ്യമാകുന്നതിന് മുമ്പ് ജനിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ വൈദ്യുത വിളക്ക് കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരായിരിക്കാം. 600 മുതൽ 3000 അടി വരെ ആഴത്തിലാണ് ഇവ സാധാരണയായി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ പഠിക്കുന്നത് അത്യന്തം ബുദ്ധിമുട്ടാണ്. ഒരു അപൂർവ വീഡിയോയിൽ ഇരുണ്ട ജലത്തിലൂടെ പതുക്കെ ഒഴുകി നീങ്ങുന്ന ഗ്രീൻലാൻഡ് ഷാർക്കിനെ കാണാം. ആ കാഴ്ച ഒരേ സമയം മനോഹരവും ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം നിങ്ങൾ കാണുന്നത് ഒരു ജീവിയെയല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ ജീവനോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാക്ഷിയെയാണ്. അടുത്തത് ഓഷ്യൻ സൺഫിഷ്. ആദ്യ കാഴ്ചയിൽ ഇത് ഒരു മത്സ്യമാണെന്ന് പോലും തോന്നില്ല. ഒരു വലിയ പാൻ കേക്ക് വെള്ളത്തിൽ ഒഴുകുന്നത് പോലെ.
പക്ഷെ ഈ വിചിത്ര രൂപക്കാരൻ സമുദ്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഭീമന്മാരിൽ ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അസ്ഥിയുള്ള മത്സ്യം. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ 5000 പൗണ്ടിലധികം ഭാരവും 10 അടിയിലധികം നീളവും ഇവയ്ക്കുണ്ടാകും. ഒരു പിക്കപ്പ് ട്രക്കിനേക്കാൾ ഭാരമുള്ള മത്സ്യം. ലോകമെമ്പാടുമുള്ള ചൂടുള്ള സമുദ്രജലങ്ങളിൽ ഇവയെ കാണും. ജെല്ലി ഫിഷുകൾ, സ്ക്വിഡുകൾ, ചെറിയ മത്സ്യങ്ങൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. പലപ്പോഴും ഇവ സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരാറുണ്ട്. സൂര്യപ്രകാശം ആസ്വദിക്കുന്നത് പോലെ അവ അവിടെ ഒഴുകിക്കിടക്കും. അതുകൊണ്ടാണ് ഇവയ്ക്ക് സൺഫിഷ് എന്ന പേര് ലഭിച്ചത്. എന്നാൽ ഇവയുടെ ഏറ്റവും ശ്രദ്ധേയമായത് ആ ഒരു പ്രത്യേക രൂപമാണ്. പരന്ന വൃത്താകൃതിയിലുള്ള ശരീരം, മുകളിലേക്കും താഴേക്കും നീണ്ടു നിൽക്കുന്ന ചിറകുകൾ. സാധാരണ മത്സ്യങ്ങൾക്ക് ഉള്ളതുപോലുള്ള വാല് പോലും ഇവയ്ക്കില്ല. നീന്തുന്ന രീതി പോലും വ്യത്യസ്തമാണ്. ചിറകുകൾ പതുക്കെ അടിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. ഒരു മത്സ്യത്തെക്കാൾ ബഹിരാകാശ പേടകത്തെ പോലെ തോന്നും. വലിപ്പം ഭീമമാണെങ്കിലും മനുഷ്യർക്ക് പൂർണ്ണമായും അപകടരഹിതമാണ്. സമുദ്രത്തിൽ ഒരു സൺഫിഷിനെ നേരിൽ കാണുക എന്നത് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. ഏറ്റവും അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് ജയന്റ് ഫാന്റം ജെല്ലി. സമുദ്രത്തിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗങ്ങളിൽ ഒരു പ്രേതത്തെ പോലെ ഒഴുകി നീങ്ങുന്ന ഒരു ജീവിയാണ് ജയന്റ് ഫാന്റം ജെല്ലി. ഈ ജീവിയെ ആദ്യമായി കാണുന്നവർക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. 3 അടിയിലധികം വീതിയുള്ള മണിയാകൃതിയിലുള്ള ശരീരം, 30 അടി വരെ നീളമുള്ള കൈകൾ, ഇരുണ്ട ജലത്തിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുന്ന ഒരു നിഴൽ പോലെ തോന്നും. മറ്റ് ജെല്ലി ഫിഷുകളെ പോലെ വിഷമുള്ള ടെന്റക്കിളുകൾ ഇതിനില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് വേട്ടയാടുന്നത്? ഇന്നും അതിന്റെ കൃത്യമായ ഉത്തരം ശാസ്ത്രം നൽകില്ല. ചിലർ വിശ്വസിക്കുന്നത് അതിന്റെ നീണ്ട റിബൺ പോലെയുള്ള കൈകൾ ഇരയെ ചുറ്റിപ്പിടിച്ച് കൊടുക്കുമെന്നാണ്. ഈ ജീവിയെ ജീവനോടെ കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ്. ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് കണ്ടെത്തിയെങ്കിലും ഇന്ന് വരെ വളരെ അപൂർവമായാണ് ഇത് മനുഷ്യരുടെ കണ്ണിൽപ്പെട്ടിട്ടുള്ളത്. ഇരുട്ടിന്റെ നടുവിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭീമൻ അത് നിശബ്ദമായി ഒഴുകും, പിന്നെ വീണ്ടും ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാകും. ഒരു ഗവേഷകൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ കണ്ടത് ഒരു ജെല്ലി ഫിഷ് അല്ലായിരുന്നു, മറ്റൊരു ലോകത്തിൽ നിന്നെത്തിയ എന്തോ ഒന്നായിരുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇന്നും മനുഷ്യൻ പൂർണ്ണമായും മനസ്സിലാക്കാത്ത അനേകം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ജയന്റ് ഫാന്റം ജെല്ലി അവയിൽ ഏറ്റവും വിചിത്രമായ ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതാണ്.